അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മുതൽ എടുത്തു തുടങ്ങുന്നത് SSC GD എക്സാമിന്റെ ക്ലാസ്സുകളാണ്. SSC GD എക്സാംസ് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്ന എക്സാം ആണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് SSC GD ലാസ്റ്റ് വർഷം നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്ട്സും ഇപ്പൊ തന്നെ ഓൾറെഡി മാത്സിന്റെ ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. റീസണിങ്ങിന്റെ ക്ലാസ് ഇന്നുപോലെ ഞാൻ എടുത്തു തുടങ്ങുകയാണ്. ആദ്യം ഞാൻ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചു എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ വർഷം പരീക്ഷ എഴുതുമ്പോൾ അത് വളരെയധികം സഹായം ചെയ്യും. അപ്പോൾ എല്ലാവരും ആദ്യം എങ്ങനെ കഴിഞ്ഞ വർഷം റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഒരു അനാലിസിസ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു 15 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനെ നമ്മളൊന്ന് ഗൗരവത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്രാവശ്യം പാറ്റേണിനകത്ത് വ്യത്യാസമുണ്ട്. 20 മാർക്ക് മാത്രമേ റീസണിങ്ങിനുള്ളൂ. 20 20 20 20 എന്ന രീതിയിൽ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റീസണിങ് 20, QA 20, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് 20, ഇംഗ്ലീഷ് 20. ആ 25 എന്നുള്ളത് 20 വീതമാക്കി എന്നുള്ളതും ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ് എന്നുള്ളതുമാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ കൃത്യമായ ആ ഒരു അപ്രോച്ചോട് കൂടി എക്സാമിനെ സമീപിക്കുക, പഠിക്കാനായിട്ട് തുടങ്ങുക. 30 ദിവസം 3 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 90 ദിവസങ്ങൾ. അപ്പൊ അത് കൃത്യമായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? അപ്പൊ നമ്മുടെ ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇഫ് A+B ഒരു ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് A+B മീൻസ് A ഈസ് ദ ഫാദർ ഓഫ് B. അപ്പോൾ നോക്കൂ, ഇത്തരത്തിലുള്ള സിമ്പൽ ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെന്റേഷൻസ് നമ്മൾ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യനകത്ത് കണ്ടുവരുന്നുണ്ട്. ബ്ലഡ് റിലേഷനിൽ നിന്ന് സിമ്പൽ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. നോക്കൂ, ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ബേസിക് എന്ന് പറയുന്നത്? ഇപ്പൊ മെയിൽ ആണെങ്കിൽ നമ്മൾ പ്ലസ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും, ഫീമെയിൽ ആണെങ്കിൽ മൈനസ് ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യും, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ഡബിൾ ലൈൻ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും, ബ്രദർ സിസ്റ്റർ ആണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈനാണ് ഉപയോഗിക്കുന്നത്, സൺ ഓർ ഡോട്ടർ റിലേഷൻ ആണെങ്കിൽ വെർട്ടിക്കൽ ലൈനാണ് ഉപയോഗിക്കുന്നത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ സിമ്പലുകൾ ഉപയോഗിച്ചിട്ടാണ് റിലേഷൻഷിപ്പുകളെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ GDക്ക് വേണ്ടി നമ്മളൊരു 60-70 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിലെല്ലാ ടോപ്പിക്കും ബേസിക് ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ദയവ് ചെയ്ത് ആദ്യം പോയി ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലത്. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ അതിന്റെ ഒരു ബേസ് പറഞ്ഞു തന്നു തന്നെയാണ് പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. A+B മീൻസ് A+B ബ്ലഡ് റിലേഷന്റെ ക്ലാസ് കൃത്യമായിട്ട് കിടപ്പുണ്ട്. A+B എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? A ഈസ് ദ ഫാദർ ഓഫ് B എന്നല്ലേ ആണ്. Then A at B എന്താണ്? A at B? A is the brother of B. A is the brother. A brother ആണ് ആരുടെ? B യുടെ. ഇനി A and B എന്താണ്? A and B എന്ന് പറയുന്നത് A is the daughter of B. A is the daughter എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ താഴോട്ടാണ്. A is the daughter of B. A B യുടെ ഡോട്ടർ ആണ്. ഓക്കെ, A B യുടെ, ഇതല്ല B യുടെ ജെൻഡർ നമുക്ക് അറിയില്ല. A is the ഡോട്ടർ ഓഫ് B. B യുടെ ഡോട്ടർ ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ മാർക്ക് ചെയ്യാം. ഏതാണ്? ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം. ഞാൻ ഓപ്ഷൻസ് ഇല്ല, നിങ്ങൾ പറയൂ. ഇത് വരയ്ക്കുമ്പോൾ എന്താണ്? ഹൗ ഈസ് P റിലേറ്റഡ് ടു V എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, S+P എന്ന് പറഞ്ഞാൽ എന്താ? S ഈസ് ദ ഫാദർ ഓഫ് P എന്നല്ലേ? കൃത്യമല്ലേ? S+P എന്ന് വെച്ച് കഴിഞ്ഞാൽ A+B A ഈസ് ദ ഫാദർ ഓഫ് B ആണെങ്കിൽ S+P S ഈസ് ദ ഫാദർ ഓഫ് P ആണ്. P+R എന്താ? P ഈസ് ദ ഫാദർ ഓഫ് R എന്നല്ലേ? ആണ്. ഇതാണ് R at Q എന്ന് പറഞ്ഞാൽ എന്താ? R ഈസ് ദ ബ്രദർ ഓഫ് Q എന്നല്ലേ? R ഈസ് ദ ബ്രദർ ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു. R ഈസ് ദ ബ്രദർ ഓഫ് Q. ആൻഡ് Q ആൻഡ് T എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Q ഈസ് ദ ഡോട്ടർ ഓഫ് T എന്നല്ലേ? Q ഈസ് ദ ഡോട്ടർ ഓഫ് T എന്നാണ്. T ആൻഡ് V എന്ന് പറഞ്ഞാൽ എന്താണ്? T ഈസ് ദ ഡോട്ടർ ഓഫ് V എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് P റിലേറ്റഡ് ടു V. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഈസ് P റിലേറ്റഡ് ടു V. പിയും വിയും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ പറഞ്ഞു പിയും വിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവര് തമ്മിൽ ഹസ്ബൻഡും വൈഫും ആണ് അല്ലേ? ഇവര് തമ്മിൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ വൈഫിന്റെ ഫാദറോ ഗ്രാൻഡ് ഫാദറോ അല്ലെ വൈഫ് ഫാദറോ മദറോ, അതായത് എന്താണ് വരുന്നത്? ഫാദർ, പിയുടെ ഫാദർ ഇൻ ലോയോ
മദർ ഇൻ ലോയോ ആണ് ആരെന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞത്. അപ്പൊ ഓപ്ഷനകത്ത് ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ജെൻഡർ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇന്നതെന്ന് പറയാഞ്ഞത്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ജിഞ്ചർ, ജിഞ്ചർ എന്ന് പറയുന്ന വേർഡ്, ഞാനിവിടെ ആൽഫബറ്റ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. 26 ലെറ്റേഴ്സും അവയുടെ പ്ലേസ് വാല്യൂസുമാണ് കൊടുത്തിരിക്കുന്നത്, സ്ഥാനവിലകൾ. ഓക്കെ, ABCD Z വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ടെന്നറിയാം. 26 ലെറ്റേഴ്സിന്റെ സ്ഥാനവിലകളാണ്. A is the first letter, B is the second letter, Z is the 26th letter എന്ന് എല്ലാവർക്കും അറിയാം. കൃത്യം 13 വെച്ച് ഞാൻ 2 ഹാഫായിട്ട് എഴുതിയിരിക്കുകയാണ്. ജിഞ്ചർ എന്ന് പറഞ്ഞ വേർഡിനെ എങ്ങനെയാ 30 എന്ന് എഴുതിയിരിക്കും. എന്താണ് നിങ്ങൾ നോക്കൂ, ഇതിനെ 2 ഹാഫ്, 6 ലെറ്റേഴ്സ് അല്ലേ ടോട്ടൽ. ജിയുടെ പ്ലേസ് വാല്യൂ എത്ര? ജിയുടെ പ്ലേസ് വാല്യൂ ഇങ്ങോട്ട് നോക്കി പറ 7. ഐയുടെ പ്ലേസ് വാല്യൂ എത്ര? 9. എന്നിന്റെ പ്ലേസ് വാല്യൂ എത്ര? 14. ഇനി 7ഉം 9ഉം 14 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് പറഞ്ഞേ? 7ഉം 9ഉം 16, 16ഉം 14ഉം 30. കണ്ടോ? ഇനി ജിയുടെ പ്ലേസ് വാല്യൂ 7, ഇയുടെ പ്ലേസ് വാല്യൂ 5, ആറിന്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 18. നിങ്ങൾ പറഞ്ഞ എത്ര ഇത് കൂട്ടുമ്പോൾ കിട്ടുന്നേ? അത് കൂട്ടുമ്പോഴും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 30 അല്ലേ കിട്ടുന്നേ? ഇപ്പൊ ആ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത് തന്നെയായിരിക്കും RADISH ചെയ്യുമ്പോഴും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടൊമാറ്റോയുടെ എന്ത് വരും? നിങ്ങൾ പറ, ടൊമാറ്റോയുടെ എന്ത് വരും? ടിയുടെ പ്ലേസ് വാല്യൂ എത്ര നിങ്ങൾ നോക്കുക. ടൊമാറ്റോയുടെ ഞാൻ പറയാം, ടൊമാറ്റോ. ഓക്കെ, ടൊമാറ്റോ. ടിയുടെ ആരാ? ടിയുടെ വരുന്നത് എത്ര? 20. ഓക്കെ, ഓയുടെ വരുന്നത് എത്ര? ഓ, നമ്മുടെ ഓക്ക് 15. എമ്മിന്റെ എത്ര? 13. ഇത് 3 കൂടെ കൂട്ടി കഴിയുമ്പോൾ എത്ര വരുന്നത്? 35. 10 45, 3 48. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് വരുന്നത് 48 ആണ്. ഓക്കെ, ഇനി എയുടെ 1 എല്ലാവർക്കും അറിയാം, ടിയുടെ 20 ആണെന്നറിയാം, ഓയുടെ 15 ആണെന്നറിയാം. അപ്പൊ 20ഉം 15ഉം 35ഉം 1ഉം 36. അപ്പൊ 48 36 ഉത്തരത്തിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമ്മൾ പ്ലേസ് വാല്യൂസ് കൊടുത്ത് എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ആ 30 എന്നൊക്കെ ഉള്ള ലോജിക്കിനെ ഒന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പിന്നെ സർട്ടൺ കോഡ് ലാംഗ്വേജ് സോംബി എന്ന് പറയുന്ന, ഞാൻ അതൊന്ന് എടുത്തെഴുതി കഴിയാം. SZOMBIE എങ്ങനെ മാറി? BEIMOEZ. മക്കളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോംബി എന്ന് പറയുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും തന്നെ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ബി വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ട്, ഐ വന്നിട്ടുണ്ട്, എം വന്നിട്ടുണ്ട്, ഒ വന്നിട്ടുണ്ട്, ഇസഡ് വന്നിട്ടുണ്ട്. സോംബിയിലെ എല്ലാ വേർഡുകളും എല്ലാ ലെറ്റേഴ്സും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്ലേസ് വാല്യൂവിന് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ അല്ല കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റൻ എവിടുത്താണ്? കോഡിംഗ് ഡീകോഡിംഗിലെ ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ സോംബി എന്ന് പറഞ്ഞ വേർഡിനെ എങ്ങനെയാ കോഡ് ചെയ്തിരിക്കുന്നത്? BEIMOEZ. അപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? അപ്പൊ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് അറേഞ്ച്മെന്റ് എന്ന് കണ്ടുപിടിക്കുക മക്കളെ. ഇവിടെ വന്നിരിക്കുന്ന അറേഞ്ച്മെന്റ് എന്താണ്? അറേഞ്ച്മെന്റ് എന്താണ്? നിങ്ങൾ നോക്കിയേ, ക്രോസ് അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് അറേഞ്ച്മെന്റോ ഒന്നും അല്ല. പക്ഷെ ഇതിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മക്കളെ, ഇതിനകത്ത് ഫസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലല്ലേ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബി വന്നു, അത് കഴിഞ്ഞ് ഐ വന്നു, അത് കഴിഞ്ഞ് ഇ വന്നു, അത് കഴിഞ്ഞ് എം വന്നു, ഒ വന്നു, ഇസഡ് വന്നു. കണ്ടോ? അപ്പൊ ഇതെന്തുവാ? ആൽഫബറ്റിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. മക്കളെ, ഫ്ലെക്സും അത് തന്നെയാണോ നോക്ക്. EFLX ആണ്. ക്ലിയർ? ഇവിടെയും ആൽഫബറ്റിക് ഓർഡർ അറേഞ്ച്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ അറേഞ്ച്മെന്റ് മാത്രം നിങ്ങൾ ഇങ്ങനോട് പറഞ്ഞാൽ മതി. ആൽഫബറ്റിക്കൽ ഓർഡർ അറേഞ്ച്മെന്റ് മാത്രം ഒന്ന് പറ. എന്താ? ആദ്യം എന്ത് വരും? സി വരും. ശരിയാണോ? പ്രോഡക്റ്റിനകത്ത് സി വരും. പിന്നെന്ത് വരും? ഡി വരും. ശരിയാണോ? പിന്നെ ആര് വരും? ഒ വരും. ശരിയാണോ? പിന്നെ ആര് വരും? പി വരും. കറക്റ്റ് ആണോ? പിന്നെ ആര് വരും? ആർ വരും. ശരിയാണോ? പിന്നെ ആര് വരും? ടി വരും, യു വരും. അപ്പൊ നമ്മൾ ഓരോരോ ലെറ്ററിനെ എഴുതും. സി വന്നു, ഡി വന്നു, പിന്നെന്ത് വന്നു? ഒ വന്നു, പിന്നെ ആര് വന്നു? ആർ വന്നു. അടുത്ത ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന ലെറ്റർ ആരാണ്? ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ആര് വന്നു? പി വന്നു, ആർ വന്നു, ടി വന്നു, പിന്നെ യു വന്നു. എല്ലാ ലെറ്റേഴ്സിനെയും ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പം ഇത് കിട്ടി. CDOROPRTU ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോ
കോഡിങ്ങിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തന്നിരിക്കുന്ന വേർഡിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ എന്താണ്, ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ അറേഞ്ച്മെന്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. കത്തിയോ നിങ്ങൾക്ക്? കത്തിയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഡീആക്ടിവേഷൻ ഈസ് റിട്ടൺ ആസ്. നോക്ക് മക്കളെ, അതേ വേർഡുകളാണ്, ശരിച്ച് വലിയ വേർഡാട്ടോ. ഡീആക്ടിവേഷൻ, ഡീആക്ടിവേഷൻ എന്താണ്? ഡീആക്ടിവേഷൻ അതിലെ അതേ ലെറ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. CAEDAVITNOIT. മക്കളെ നോക്ക്, ഈ 4 ലെറ്റേഴ്സ് എടുത്തു, അവരെ തിരിച്ചിട്ടു, റിവേഴ്സ് അടിച്ചു. ഈ 4 ലെറ്റർ എടുത്തു, അവരെ റിവേഴ്സ് അടിച്ചു. ഈ 4 ലെറ്റർ എടുത്തു, അവരെ റിവേഴ്സ് അടിച്ചു. എന്താണ്? ഇവിടെ റിവേഴ്സ് അടിച്ചു, ഇവിടെ റിവേഴ്സ് അടിച്ചു, ഇവിടെ റിവേഴ്സ് അടിച്ചു. അപ്പൊ ആരെ കിട്ടി? താഴെ കിടക്കുന്നതാണ് കിട്ടി. കണ്ട? അപ്പൊ നിങ്ങൾ പറ മക്കളെ, എങ്ങനെയാണ് ഫെസിലിറ്റേഷൻ? ഞാൻ ഇച്ചിരി മാറ്റിയാൻ എഴുതി കേട്ടോ. അപ്പൊ നോക്ക്, ICAFATILNOIT ഇങ്ങനെ ഒരെണ്ണം ഉണ്ടോ? ICAFATILNOIT. വീണ്ടും നമുക്ക് എന്താണ്, ഏതാ വന്നിരിക്കുന്നത്? ICAFATILNOIT. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? NOIT. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു മക്കളെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കും സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദി ഗിവൺ വേർഡ്സ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ അറേഞ്ച്മെന്റിൽ ഈ വേർഡുകളെ കൊടുത്താൽ ഏതാണ് കറക്റ്റ് ഓർഡർ? നിങ്ങൾ ലെറ്ററുകളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ TAM ഉണ്ട്, ഇവിടെയും TAM ഉണ്ട്, ഇവിടെയും TAM ഉണ്ട്, TAMA വരെ എല്ലാത്തിനകത്തും ഉണ്ട് അല്ലെ? TAMA വരെ എല്ലാത്തിനകത്തും ഉണ്ട്. അപ്പോൾ അവിടെ വരെ ഞാൻ അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ലെറ്ററിലാണ് കളിയിരിക്കുന്നത്. ഇവിടെ L ആണ്, ഇവിടെ G ആണ്, ഇവിടെ R ആണ്, ഇവിടെ ഏതാണ്? R ആണ്, ഇവിടെ B ആണ്. അപ്പോൾ തന്നെ ഉറപ്പിച്ചു 5 ആണ് ആദ്യം വരുന്നത്. പിന്നെ ഒന്നും നോക്കണ്ട, ബാക്കി എല്ലാത്തിനകത്തും എന്തുവാ? 5. പിന്നെ എന്തുവായിരിക്കും? 2 L, പിന്നെ ഏതാണ്? 2 G, പിന്നെ L, 4. ഓക്കെ, കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അത് ഞാൻ ഒറ്റയടിക്ക് കണ്ടുപിടിച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം കറക്റ്റ് ചെയ്താൽ മതി. നോക്കാം, TAMA എല്ലാത്തിനകത്തും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ വെച്ച് ആദ്യം ആര് വരണമെന്ന് ചിന്തിച്ചാൽ മതി. 5 ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ മാത്രമേ 5 ആദ്യം വന്നിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. മക്കളെ, വീണ്ടും എന്താണ്? അനലോഗിയുടെ ഒരു കളിയാണ്. വേർഡ് അനലോഗി അല്ല, ലെറ്റർ ആൽഫബറ്റ് അനലോഗിയാണ്. എന്താണ് നമുക്ക് വന്നേക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. SANITY മാറ്റി എഴുതിയേക്കുന്നത് നോക്കേ. OBTZUJ. ഇത് നേരെ SOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസിൽ നിന്നും നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് SOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേരിയേഷനാണ് വന്നേക്കുന്നത്. SOI ബാക്കിലോട്ടാണ് വന്നേക്കുന്നത്. ABI 1. അപ്പൊ ഒരു കറക്റ്റ് ഓർഡർ അല്ല. പക്ഷെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ABI ബാക്കിയൊന്നും നേരെ അല്ല. TUI അതും +1. ഇനി STയിലോട്ട് നോക്കി, NOയിലോട്ട് നോക്കി, ഒരു ക്രോസ്. നിങ്ങൾ IJYZ. മക്കളെ, ഇവിടെ ക്രോസ് പരിപാടിയാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവനെ എടുത്തെഴുതി അത് തന്നെ ചെയ്യണ്ടേ. FOSTER എടുത്തിട്ട് നിങ്ങൾ ഇതേ ക്രോസ് പരിപാടി എടുക്കണം. മനസ്സിലായോ? O എന്തായി മാറി? PI. S എന്തായി? TI. F എന്തായി? GI. ഇവിടെയും ഈ FI. ഇവനെ ഇങ്ങോട്ട് വിടണം, ഇവനെ ഇങ്ങോട്ട് വിടണം. R എന്താവും? S ആവും. T എന്താവും? U ആവും. TPG. അപ്പൊ തന്നെ ഉറപ്പിച്ചു TPG.
ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. SFU. ക്ലിയർ ആണേ? അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഒരാൾ ക്രോസ് ലെറ്റർ പാറ്റേൺ ചിന്തിക്കണം എന്നില്ല. അതാണ് ഞാൻ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യൻ? പറ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 4th നമ്പർ. അതായത് ഇവിടെയും ഒരു അനലോഗി പരിപാടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ നമ്പറുകൾ കാണുമ്പോഴേ ഒരു പക്ഷേ ചിലർക്ക് കത്തും. ഇച്ചിരി മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പമുള്ളവർക്ക് മാത്രമേ കത്തുള്ളൂ. 195 15 ആവും നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അയാൾ 19 കണക്ട് ചെയ്തിരിക്കുന്നത്. 273 ഉണ്ട്, അയാൾ 21 കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സംഖ്യകളുടെ പ്രത്യേകത കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇവനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ വരേണ്ട ആൾ ആരാണെന്ന്, ഈ ഡാഷ് പൊസിഷനിൽ വരേണ്ടവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 195ഉം 15ഉം തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 195 ഡിവൈഡ് ബൈ 15 ചെയ്താൽ 13 റിമൈൻഡർ വരുന്നത്. 273ഉം 21 ഡിവൈഡ് ചെയ്താലും 13 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനകത്ത് ആരെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 13 റിമൈൻഡർ വരും. 247 ക്ലിക്ക് ചെയ്ത് നിങ്ങൾ 19 ഡിവൈഡ് ചെയ്യൂ, അപ്പൊ അതാ 13 റിമൈൻഡർ. അപ്പൊ എന്ത് വരുന്നു ഇവിടുത്തെ കോൺസെപ്റ്റ്? ഇച്ചിരി ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വേഗത ഇല്ലാത്ത ഒരാൾ 195ഉം 15ഉം തമ്മിലുള്ള ബന്ധം എന്തുവാന്ന് ആലോചിച്ച് അവിടെ ഇരിക്കും. 273ഉം 21 തമ്മിലുള്ള ബന്ധം എന്തുവാന്ന് ആലോചിച്ച് അവിടെ ഇരിക്കും. പക്ഷേ ഇത് ചിന്തിക്കാൻ പറ്റുന്നവർ, മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നവർ, 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളവർ 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്കിലും എന്ത് ചെയ്യുക, ഇരുന്ന് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പം GDയുടെ എക്സാം ആണ് അതുകൊണ്ട് ചെറിയ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഒന്നും പോരാ. നിങ്ങൾ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്? സ്വെറ്റർ ഈസ് റിലേറ്റഡ് ടു വൂൾ. ഇതും നമ്മുടെ ഒരു വേർഡ് അനലോഗിയാണ്. സ്വെറ്റർ ഈസ് റിലേറ്റഡ് ടു വൂൾ. സ്വെറ്റർ വൂളുമായി ഡിനോട്ട് ചെയ്തിരിക്കുന്നു, അതെല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കോയിൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കോയിൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും? മെറ്റൽ ആയിരിക്കത്തില്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? അപ്പോൾ ഇതൊക്കെ അനലോഗി പോലെ വേർഡ് അനലോഗിയൊക്കെ വളരെ എളുപ്പമാണ്. ആ വേർഡുകളുടെ മീനിങ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഹാവ് ബീൻ ഗിവൺ. അതായത് ഇവിടെ എന്താണ്, അതിൽ നിന്ന് സെലക്ട് ദ ക്ലസ്റ്റർ ദാറ്റ് ഈസ് ഡിഫറെന്റ്. അതായത് സീരീസ് ആ ഇവിടെ തന്നേക്കുന്നത്, ആൽഫബറ്റ് സീരീസാ. PVY FLO GMQ സീരീസ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് എഴുതണം കേട്ടോ, മനസ്സിലായോ? എന്നിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നമ്മുടെ പരിപാടി നോക്കാവൂ. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇങ്ങനെ എഴുതാം. എങ്ങനെയാ? PVY FLO GMQ LRU എങ്ങനെ വേണേലും നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് നോക്ക്, പിയിൽ നിന്ന് വിയിലോട്ട് എത്രന്റെ വ്യത്യാസമാ നോക്കിയേ. പിയിൽ നിന്ന് വിയിലോട്ട് 1 2 3 4 5 6 വിയിൽ നിന്ന് വൈയിലോട്ടോ 1 2 3. ഓക്കെ, എഫിൽ നിന്ന് എല്ലിലോട്ട് നിങ്ങൾ നോക്കിയേ. എഫിൽ നിന്ന് എല്ലിലോട്ട് 1 2 3 4 5 6. ഓക്കെ, എല്ലിൽ നിന്ന് ഓയിലോട്ട് 1 2 3. ഓക്കെ, അപ്പൊ ഇതും 6 3 തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. GMQ ജിയിൽ നിന്ന് എമ്മിലോട്ട്, ജിയിൽ നിന്ന് 1 2 3 4 5 6, അതും 6 കിട്ടുന്നുണ്ട്. എമ്മിൽ നിന്ന് ക്യൂലോട്ട് 1 2 3 4. അപ്പൊ ഇവിടെ തെറ്റിയില്ലേ, ഇവിടെ മാത്രം 6 4ഉം ബാക്കിയെല്ലാം 6 3. പിന്നെ ഇത് നോക്കണമെന്നില്ല. സോ അപ്പൊ ഏതാണ്? GMQ ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പോ എന്താണ്? ഓഡ് വൺ ഔട്ടിനെ കണ്ടുപിടിക്കുക. ഒരു സീരീസ് തന്നിരിക്കുന്നു, അതിൽ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള സീരീസ് ഏതെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ സീരീസ് എടുത്ത് ആദ്യം നമുക്കൊന്ന് എഴുതാം. എന്താണ് സീരീസ്? എഴുതിയ 7 7 10.5 21 52.5. മക്കളെ, ഫ്രാക്ഷൻ ഡെസിമൽ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫ്രാക്ഷന്റെ പരിപാടി അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. 7 × 7 × 1 എടുക്കാം. 7 × 10.5. അപ്പൊ എന്താണ് അത് വരുന്നത്? അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 × 7 നിങ്ങളൊന്ന് ചെയ്തേ. 7 5 35, 1 7 105. ഒരു സ്ഥാനം മാറ്റി കുത്തി എഴുതും. അപ്പൊ 7 × 1.5 അല്ലേടെ 1.5. ഇതോ × 2 10.5ന്റെ ഇരട്ടി 21. അപ്പം 2.5 അല്ലേ മക്കളെ വരുന്നേ?
അല്ലേ? 25 ഇൻറ്റു 21 നിങ്ങൾ ചെയ്ത് നോക്കുക, 525 വരും. ഒരു സ്ഥാനം മാറ്റി കുത്തിട്. അപ്പോൾ എന്ത് കിട്ടും? 2.5 അല്ലേ? അപ്പോൾ 52.5 എന്ന് ഉത്തരം കിട്ടി. അപ്പൊ അടുത്ത എന്തുവാ? അടുത്ത 52.5 ഇൻറ്റു 3 അല്ലേ മക്കളെ വരേണ്ടത്? അപ്പം 525 നിങ്ങൾ എന്ത് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ്, ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. 3 15, 6 7, 5 15, 157.5 ഉണ്ടോടെ അങ്ങനെ ഉത്തരം ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ നമ്പർ ഫ്രം ദി എമോങ് ദി ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. മക്കളെ ഞാൻ എടുത്ത് എഴുതുന്നു. 3, 15, 60, 180, then dash. കൂടെ വാ. എന്താ വരുന്നേ? എന്താ വരുന്നേ? എന്റെ കൂടെ വന്നോ? എന്താ വരുന്നേ? ഈ 3 5 15 എന്നറിയാത്തവരാരുമില്ല. 15 ഇൻറ്റു എത്ര വരണം? 4 അല്ലേ? ഇൻറ്റു 4 അല്ലേ? ഓക്കെ. 60 ഇൻറ്റു 3 അല്ലയോ? ആ 180 ഇൻറ്റു 2 വേണമെങ്കിൽ ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. 150 ഇൻറ്റു 2 ചെയ്താൽ 5 4 3 2. എത്ര കിട്ടി? 360. ആ ഒരു രീതിയിൽ പോയാൽ ഞാൻ ആദ്യം 5 കൊണ്ട് ഇൻറ്റു ചെയ്തു, പിന്നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു, പിന്നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു, പിന്നെ 2 കൊണ്ട് 360. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളായിട്ട് കിട്ടി. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു പല ക്വസ്റ്റ്യൻസും അല്പം ഇച്ചിരി ആലോചിക്കാനുള്ളതാണ്. സ്ക്വയറും ക്യൂബും ഒക്കെ പഠിക്കണം, പഠിക്കാതെ ഒരു രക്ഷയില്ല, പഠിച്ചേ പറ്റൂ. 5 8 6 7 7 9. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 5ന്റെ ക്യൂബ് 125, 8ന്റെ സ്ക്വയർ 64. ഇവിടെ സ്ക്വയർ എടുത്തു, ഇവിടെ ക്യൂബ് എടുത്തു, കൂട്ടി നോക്ക് 189. 6ന്റെ ക്യൂബ് 216, പിന്നെ 7ന്റെ സ്ക്വയർ 49, കൂട്ടി നോക്കൂ 265. അങ്ങനെയാണെങ്കിൽ 7ന്റെ ക്യൂബ് 7ന്റെ ക്യൂബാ, അപ്പൊ 343 ആണ്. 343. 9ന്റെ സ്ക്വയർ 81. നമുക്ക് എത്ര കിട്ടും? ഉത്തരം കിട്ടും 424 നമുക്ക് കിട്ടേണ്ട ഉത്തരം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. പഠിച്ചു വെച്ചോണം. അത്ര പെട്ടെന്നൊന്നും ചില ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. ഇത് പ്രാക്ടീസ് ചെയ്യണം. സ്ക്വയറുകളും ക്യൂബുകളും എല്ലാം പെട്ടെന്ന് ഓർമ്മണം. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേഷന്റെ പരിപാടി ചെയ്തു, ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ സ്പീഡിൽ ചെയ്യാൻ പഠിക്കണമെന്ന് പറയുന്നത് യാതൊരു തർക്കവുമില്ല. GD ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്, അതുകൊണ്ട് ചെറിയ നമ്പർ കൂട്ടാനെന്ന് മാത്രമൊന്നും പ്രതീക്ഷിച്ചാരും പോകരുത്. ഞാൻ പറഞ്ഞതുപോലെ നന്നായി പ്രിപ്പയർ ചെയ്ത് വരുന്നവരാണ്. എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നന്നായി പഠിക്കണം, യാതൊരു തർക്കവുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസും പഠിച്ചുകൊണ്ട് പോയാൽ എക്സാം ക്ലിയർ ആവത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോണ പോക്ക് കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നെ പരിചയപ്പെടുത്താം ആദ്യം എന്ന് വിചാരിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ്? സെലക്ട് ദ ലെറ്റർ ക്ലസ്റ്റർ ഫ്രം എമോങ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, MRV, QVZ, UZD, YDH. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. MQI എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4. Q എന്തോ ആയേ? U അല്ലയോ? 1 2 3 4 4. U എന്തായി? Y ആയി. 1 2 3 4. അവിടെ എല്ലാം 4. അപ്പോൾ Yയിൽ നിന്നൊരു 4 അടിക്കും മക്കളെ. 1 2 3 4. C അടിച്ചേ. R-ന്ന് V എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? R-ന്ന് V. 1 2 3 4. V-ന്ന് Z. 1 2 3 4. ഓക്കെ, Z-ന്ന് D. 1 2 3 4. അവിടുന്ന് 1 2 3 4 H. ഞാനങ്ങ് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോണേ എൻ്റെ കൂടെ. V-ന്ന് Z എന്ന് പറയുമ്പോൾ എന്താ? 1 2 3 4. Z-ന്ന് D. 1 2 3 4. D-യിൽ നിന്ന് H 4. H-ൽ നിന്ന് 4 എന്ന് പറയുമ്പോൾ 1 2 3 4 L. CHL ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലായിടത്തും 4ന്റെ വ്യത്യാസം വന്നു, ഉത്തരം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ
ഒരു ഷിഫ്റ്റിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുക. 20ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാറ്റേൺ ആണ്. ഏതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പാറ്റേൺ കിട്ടും. ഏതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പാറ്റേൺ കിട്ടും. R ഡാഷ് T ഡാഷ് T U ഡാഷ് ഡാഷ് R U ഡാഷ് S ഡാഷ് S T. ഞാൻ എന്താ ഓപ്ഷൻ ബി അങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ എന്താ വരുന്നത്? എസ് ടി യു ആർ ആർ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? RST STU TUR URS. നിങ്ങൾ നോക്കിയേ, RST എന്നിട്ട് ഇവന്മാരെ രണ്ടിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ST U കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ TUവിനെ ഇങ്ങ് പൊക്കി ഇവിടോട്ട് കൊണ്ടുവന്നു. മനസ്സിലായോ? എന്നിട്ട് അതിനകത്ത് ആറിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുത്തെ URനെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. കണ്ടോ? എന്നിട്ട് ഇവിടുത്തെ RSനെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവസാനം വന്ന 2 ലെറ്റേഴ്സ് ഇവിടെ ആദ്യം വരുന്നു. ഇവിടെ അവസാനം വന്ന 2 ലെറ്റേഴ്സ് ഇവിടെ ആദ്യം വരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ RST STU TUR. അപ്പോൾ ഓപ്ഷൻ ബി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടാം. ബാക്കി ഒന്നും ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നില്ല. നിങ്ങൾ ദ വാല്യൂ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ ഇഫ് എ മീൻസ് പ്ലസ് ബി മീൻസ് മൈനസ്. അപ്പൊ ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി മക്കളെ. ഇതിനെ ഒന്ന് മാറ്റി എഴുത്. 12 എയുടെ അവിടെ എന്താ കൊടുക്കാനാ പറഞ്ഞേക്കുന്നേ? എന്താ കൊടുക്കാൻ പറഞ്ഞേക്കുന്നേ? എ വരുന്നിടത്ത് എന്ത് കൊടുക്കുക? പ്ലസ് കൊടുക്കുക. അപ്പോ എ എടുത്ത് പ്ലസ് കൊടുത്തു. 9 സി കാണുന്നിടത്ത് എന്ത് കൊടുത്തു? ഇൻറ്റു കൊടുത്തു. ബ്രാക്കറ്റ് 17. ബി കാണുന്നിടത്ത് എന്ത് കൊടുക്കാൻ പറഞ്ഞു? മൈനസ് 6. ബി കാണുന്നിടത്ത് എന്ത് കൊടുക്കണം? മൈനസ് 24. എ കാണുന്നിടത്ത് എന്ത് കൊടുക്കണം? പ്ലസ് 28. ഡി കാണുന്നിടത്ത് ഡിവിഷൻ 7. ഉത്തരം നമുക്ക് ആദ്യം ബോട്ട് മാസ് റൂൾ വെച്ച് ബ്രാക്കറ്റിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, ഡിവിഷൻസ് ചെയ്യണം. ഇതല്ലേ നമ്മൾ പ്രധാനം ചെയ്യേണ്ടത്. അപ്പൊ 12 പ്ലസ് 9 ഇൻറ്റു 17 മൈനസ് 6 ബ്രാക്കറ്റ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 11 മൈനസ് 24 പ്ലസ് 28/7 4. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നു. 12 പ്ലസ് 99 എന്താണ്? മൈനസ് 24 പ്ലസ് 4 എത്ര കിട്ടും? മൈനസ് 20. 12 മൈനസ് 79 എത്ര കിട്ടിയാൽ നമുക്ക് ഉത്തരം? 12 പ്ലസ് 79 91 ഈസ് ദ ആൻസർ. 91 ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. സമയം എന്ന് പറയുന്നത് വളരെ വേഗം പറയണം എന്നുള്ളത് കൊണ്ടാണ്. There are 2 computers from lab A and lab B. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. There are 2 computers room. There are 2 computer rooms. 2 computer rooms. Lab A യും lab B യും. If 10 students are sent from lab A to lab B. 10 സ്റ്റുഡൻസിനെ ലാബ് എയിൽ നിന്ന് ലാബ് ബിയിലോട്ട് സെൻഡ് ചെയ്തു. Then the number of students in each room will be same. 10 പേരെ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും 2 റൂമിലെ സ്റ്റുഡൻസ് സെയിം ആണ്. If 26 students are sent from lab B to lab A. 26 സ്റ്റുഡൻസിനെ ലാബ് ബിയിൽ നിന്ന് ലാബ് എയിലോട്ട് സെൻഡ് ചെയ്തു. Then the number of students in lab A will be the triple of number of students in the lab B. ലാബ് ബിയുടെ സ്റ്റുഡൻസിന്റെ ട്രിപ്പിൾ ആണ് ലാബ് എയിൽ ഉള്ളത്. The number of students in lab B. നമുക്കിത് റെപ്രസെന്റ് ചെയ്യാം. Number of students in lab A ഞാൻ എക്സ് എന്ന് എടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ലാബ് ബി ഞാൻ വൈ എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? 10 സ്റ്റുഡൻസിനെ എവിടുന്ന് വിട്ടു? ബിയിൽ നിന്ന് എയിലോട്ട് വിട്ടു. എക്സ് മൈനസ് എക്സ് പ്ലസ് 10 അല്ലേ? 10 സ്റ്റുഡൻസ് ആർ സെൻഡ് ഫ്രം ലാബ് എ. അപ്പൊ എയിൽ നിന്ന് 10 സ്റ്റുഡൻസിനെ എടുത്ത് എങ്ങോട്ട് വിട്ടു? ബിയിലോട്ട് വിട്ടു. ഇത് കറക്റ്റ് ആണോ ഞാൻ എഴുതിയേക്കുന്ന റെപ്രസെന്റേഷൻ? ആണല്ലോ. കാരണം എന്താണ്? എ എന്ന് പറയുന്ന ലാബിൽ എക്സ് സ്റ്റുഡൻസാ. അവിടുന്ന് 10 പേരെ കുറച്ചു. ആ 10 പേരെ എങ്ങോട്ട് വിട്ടു? ബിയിലോട്ട് വിട്ടു. ബിയിലെ സ്റ്റുഡൻസിന്റെ എണ്ണം വൈ ആണ്, പ്ലസ് ബി ആണ്. ഇസിക്കൽ ടു കൊടുക്കാൻ കാരണം അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ then the number of students in each room will be same. അതായത് ലാബ് എ, if 10 students are sent from ലാബ് എ to ലാബ് ബി, ലാബ് എയിൽ നിന്ന് ലാബ് ബിയിലേക്ക് 10 സ്റ്റുഡൻസിനെ വിട്ടു. then the number of students in each room will be same. ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ എക്സ് ഇസിക്കൽ ടു വൈ പ്ലസ് 10 എന്ന് വിളിച്ചുകൂടെ? ഈ മൈനസ് 10 കൂടെ അപ്പുറത്ത് പോകുമ്പോൾ അപ്പോ എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 20 എന്ന് വിളിച്ചുകൂടെ മക്കളെ? ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചുകൂടെ? വിളിച്ചല്ലോ.
വിളിച്ചു. ഇനി അടുത്തത് 26 സ്റ്റുഡൻസ് ആർ സെൻഡ് ഫ്രം ലാബ് ബി ടു ലാബ് എ. 26 സ്റ്റുഡൻസിനെ ലാബ് എയിലോട്ട് വിട്ടു. അങ്ങനെ വിട്ടപ്പോൾ എന്താണ്? then the number of students in lab A will be the triple of students in the lab B. അപ്പോ വൈയിൽ നിന്ന് 26 പേരെ നമ്മൾ അങ്ങോട്ട് വിട്ടപ്പോൾ number of students in the lab B, the number of students in the lab A will be the triple the number of students in the lab B. ലാബ് ബിയിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ട്രിപ്പിൾ ആണ് എവിടെ ഉള്ളത്? ലാബ് എയിലുള്ളത്. അപ്പൊ കറക്റ്റ് ആയേ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവനെ നമുക്ക് എങ്ങനെ വിളിക്കാം? എക്സ് പ്ലസ് 26 3y മൈനസ് 26 ഇൻറ്റു 3. 26 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? 3 18 3 6 എത്ര വന്നു? 3 18 3 6 വന്നു 78. അപ്പം എക്സ് ഇസ് ഇക്വൽ ടു 3y മൈനസ് 78 മൈനസ് 26 എത്ര വരുന്നു മക്കളെ? പറഞ്ഞേ. പറ. എക്സ് ഇസ് ഇക്വൽ ടു 3y മൈനസ് നമുക്ക് വരുന്നത് 104 അല്ലേ? 104 വന്നു. ഓക്കെ, കറക്റ്റ് ആണോ? എക്സ് ഇസ് ഇക്വൽ ടു 3y മൈനസ് 104 എന്നല്ലേ കിട്ടിയേ? എക്സ് ഇസ് ഇക്വൽ ടു 3y മൈനസ് 104 ശരിയാണോ? അപ്പോൾ ഞാൻ ഇവനെ എടുത്ത് ഈ എക്സിന്റെ വില ഞാൻ എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ നമ്പർ 1. അപ്പൊ എന്ത് കിട്ടി? 3y മൈനസ് 104 മൈനസ് y ഇസ് ഇക്വൽ ടു എത്ര കിട്ടി? 20 കിട്ടിയില്ലേ? ശരിയാണോ? അപ്പൊ 2y ഇസ് ഇക്വൽ ടു 20 പ്ലസ് 104. 2y ഇസ് ഇക്വൽ ടു 124 എന്നല്ലേ വരുന്നത്? y ഇസ് ഇക്വൽ ടു 124 ബൈ 2 എന്ന് പറയും. എത്ര കിട്ടും? ഇതിന്റെ പകുതി എടുക്കുമ്പോൾ 62. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ ഇത്രയും ഉണ്ട്. എന്താണ്? അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിച്ച് പറഞ്ഞുതരാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ലാബ് എ എത്രയാണ്? ഞാൻ എക്സ് എന്ന് എടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ലാബ് ബി വൈ എന്ന് എടുത്തു. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇഫ് 10 സ്റ്റുഡൻസ് ആർ സെൻഡ് ഫ്രം ലാബ് എ ടു ലാബ് ബി ദെൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് റൂം വിൽ ബി സെയിം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലാബ് എയിലോട്ട് നിന്ന് 10 പേരെ കുറച്ചിട്ട് ലാബ് ബിയിലോട്ട് 10 പേരെ കൂട്ടി. അപ്പോൾ എന്താണ്? 2 ലാബിലും സെയിം ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇക്വേറ്റ് ചെയ്തത്. -10നെ ഇപ്പുറത്ത് വിട്ട് എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 20 എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായോ? മൈനസ് വൈ ഇപ്പുറത്ത് വന്നു, 10 10 20 വന്നു. കണ്ടോ? എക്സ് മൈനസ് വൈ 20 ഇസിക്കൽ ടു 1 എന്നുള്ള ഇക്വേഷൻ വന്നല്ലോ. രണ്ടാമത്തെ ഇക്വേഷൻ ഇഫ് 26 സ്റ്റുഡൻസ് ആർ സെൻഡ് ഫ്രം ലാബ് ബി ടു ലാബ് എ. 26 കുട്ടികളെ ലാബ് ബിയിൽ നിന്ന് ലാബ് എയിലേക്ക് വിട്ടു. അപ്പോൾ ലാബ് ബിയിൽ ട്രിപ്പിൾ ഓഫ് എന്താണ്? ലാബ് എയിലുള്ളത് ട്രിപ്പിൾ ഓഫ് ലാബ് ബിയിലെ സ്റ്റുഡൻസ് ആണ്. അതാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത്. എന്നിട്ട് 3 അകത്തോട്ട് ഗുണിച്ചു 3y മൈനസ് 78 എന്ന് കിട്ടി. അതിനെ ഞാൻ ഈ 26നെ കൂടെ അപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ -104 എന്ന് കിട്ടി. എക്സ് ഇസിക്കൽ ടു 3y മൈനസ് 104 എന്നുള്ള എക്സിന്റെ വാല്യൂ ഞാൻ ഈ ഇക്വേഷൻ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 3y മൈനസ് 104 മൈനസ് y ഇസിക്കൽ ടു 20 എന്ന് കിട്ടിയേ. അപ്പോൾ 2y ഇസിക്കൽ 3y ഒരു y കുറച്ചപ്പോൾ 2y ഇസിക്കൽ ടു 124 എന്ന് കിട്ടി. 2y ഇസിക്കൽ ടു 124, y ഇസിക്കൽ ടു 124 ബൈ 2 62 എന്ന് കിട്ടി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്തോണം. അടുത്തത് സീറ്റിംഗ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ. സീറ്റിംഗ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. ഞാൻ അത് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. എന്താണ്? 6 പോയിന്റ്സ് എ ബി സി ഡി ഇ എഫ് ആർ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ഇൻ എ സർക്കിൾ. ഒരു സർക്കിൾ വരച്ചു ഫേസിംഗ് ടുവേർഡ്സ് ദ സെന്റർ. അപ്പോൾ അങ്ങനെയാണ്. എ എവിടാണ്? ഫേസിംഗ് സെന്റർ ആയതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തത്. ഓപ്പോസിറ്റ് ടു ഇ. എയും ഇയും ഓപ്പോസിറ്റ്. അത് പറഞ്ഞു അങ്ങ് മാർക്ക് ചെയ്തു. എഫ് ഈസ് അഡ്ജസെന്റ് ടു ഇ. എഫ് ഞാൻ ചുമ്മാ അങ്ങ് വരയ്ക്കും. എഫ് ഈസ് ദ അഡ്ജസെന്റ് ഓഫ് ഇ. ഓക്കെ. എ ഈസ് ദ അഡ്ജസെന്റ് ടു സി. എ സിയുടെ അഡ്ജസെന്റ് ആണെന്ന് പറയുന്നു. ഇവിടെ വരച്ചു. ബി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ബി ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. അതവിടെ നിൽക്കട്ടെ. സി ഈസ് ഓപ്പോസിറ്റ് ടു ബി. സിയുടെ ഓപ്പോസിറ്റ് ആണ് ആയിരിക്കുന്നത്. ഏകദേശം ഇങ്ങനെ കിട്ടിക്കോ. ഇവിടെ ഇങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ. ദെൻ എന്താണ്? ബി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ബി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി എന്നല്ലേ? അപ്പം ഓക്കെ, വരച്ചു. ഇവർ ഓപ്പോസിറ്റ് ആണ്. ബാക്കിയെല്ലാം വരച്ചു. ഇനി എന്താണ്?
ഹു ഈസ് ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ ലെഫ്റ്റിൽ നിന്ന് ഫിഫ്ത്തിലോട്ട് വരുന്ന ആരാണ്? ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഇതാണ് റൈറ്റ് വരുന്നത്, ഇതാണ് ലെഫ്റ്റ് വരുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് 1 2 3 4 5. ഫിഫ്ത്തിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇ ആണ്. സോ ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഞാൻ അത്രേ ചെയ്തുള്ളൂ. എ വരച്ചു, എയുടെ ഓപ്പോസിറ്റ് ആണ് ഇ എന്ന് പറഞ്ഞു, അവനെ മാർക്ക് ചെയ്തു. പിന്നെന്താണ് പറഞ്ഞത്? പിന്നെന്താണ്? എ ഈസ് അഡ്ജസെന്റ് ടു സി. സിയുടെ അഡ്ജസെന്റിലാണ് എ വരുന്നതെന്ന് പറഞ്ഞു, അത് മാർക്ക് ചെയ്തു. സി വരുന്നതെന്ന് പറഞ്ഞു, അത് മാർക്ക് ചെയ്തു. ബി പിന്നെന്താണ്? എഫ് ഈസ് അഡ്ജസെന്റ് ടു ഇ. എഫ് എന്റെ അഡ്ജസെന്റ് ആയിട്ട് വരച്ചു. പിന്നെന്താണ്? ബി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി, അത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സി ഈസ് ഓപ്പോസിറ്റ് ടു ബി. സി ഓപ്പോസിറ്റ് ആണ്, അത് വരച്ചു. പിന്നെന്താണ്? ഡിയുടെ റൈറ്റിലാണ് ബി വരുന്നതെന്ന് പറഞ്ഞു, അത് മാർക്ക് ചെയ്തു. പിന്നെ ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ നിന്ന് ബി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി, അതൊക്കെയാണ്. സി ഈസ് ഓപ്പോസിറ്റ് ടു ബി. ഹു ഈസ് ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി? 1 2 3 4 5. ഈ തന്നെയാണ് ഉത്തരം. ഇസ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അർപ്പിത, ചേതൻ, ഇനിഷ്യ, ലോഹിത, മാനുവി, യുക്തി ആർ സിറ്റിംഗ് അറൌണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് ദ സെന്റർ. സർക്കുലർ ടേബിൾ തന്നെയാണ് വീണ്ടും തന്നിരിക്കുന്നത്. ഓക്കെ. ചേതൻ ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് മാൻവി. നമുക്ക് ചുമ്മാ അങ്ങ് വരയ്ക്കാം. ചേതൻ ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് മാനുവി. അർപ്പിത ഈ സിറ്റിംഗ് ബിറ്റ്വീൻ ഇനിഷ്യ ആൻഡ് യുക്തി. അർപ്പിത ഈ ഓപ്പോസിറ്റ് വല്ലോണം നോക്കണം. യുക്തി സിറ്റിംഗ് സെക്കൻഡ് ദ റൈറ്റ്. അർപ്പിത സിറ്റിംഗ് ബിറ്റ്വീൻ ഇനിഷ്യ ആൻഡ് യുക്തി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ദ റൈറ്റ് ഓഫ് മാൻവി. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ ആരെയാ നമുക്കിടാം? യുക്തി ആൻഡ് അർപ്പിതയല്ല, അർപ്പിത ഇരിക്കുന്നത് സിറ്റിംഗ് ബിറ്റ്വീൻ ഇൻഷ്യ ആൻഡ് യുക്തി. അപ്പൊ ഇൻഷ്യ ഇവിടെ വരണം. ഇനി ആരെങ്കിലും ഉണ്ടോടെ? ഹു ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ലോഹിത ആൻഡ് അർപ്പിത. ലോഹിത ആൻഡ് അർപ്പിതയ്ക്ക് ലോഹിത ഇവിടെ അങ്ങ് വരച്ചാൽ പോരെ, കാരണം ഇവിടെ യുക്തി എന്തായാലും വരണം. കാരണം യുക്തിയുടെയും ഇൻഷ്യയ്ക്കും ഇടയ്ക്കാണ് അർപ്പിത ഇരിക്കുന്നത്. അപ്പൊ അർപ്പിതയ്ക്കും ലോഹിതയ്ക്കും ഇടയ്ക്കാണ് ആരെന്ന് പറയുന്നത്? ഇൻഷ്യ വരുന്നത്. ഓക്കെ. ഈ യുക്തി ഇമ്മീഡിയറ്റ് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ലോഹിതയുടെ പൊസിഷൻ ഇത് തന്നെ കറക്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ വരച്ചു നോക്കിയാൽ മാത്രം മതി. ഇൻഷ്യ തന്നെയാണ്, അത് കറക്റ്റ് ഉത്തരമാണ്, നമുക്ക് കിട്ടും. ആരാണ്? ഇനിഷ്യ ആണ് എന്ത് ചെയ്യുന്നത്? ഹു ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ലോഹിത ആൻഡ് അർപ്പിത. ഇനിഷ്യ ആണ്. ഓക്കെ, ഈസ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. മിറർ ഇമേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. മിറർ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറ എന്തായിരിക്കും വരുന്നത്? ഈ സി ഇവിടെ വരുമ്പോൾ ലെഫ്റ്റിലുള്ളതെല്ലാം റൈറ്റിൽ പോകും, റൈറ്റിലുള്ളതെല്ലാം ലെഫ്റ്റിൽ വരും. അപ്പോൾ ഈ സി ഇപ്പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും, എ ഇങ്ങനൊരു ഷേപ്പിൽ വരും, ഈ ഇങ്ങനൊരു ഷേപ്പിൽ വരും. ഇങ്ങനൊരു സാധനം ഉണ്ടോ? അപ്പൊ മിറർ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റിലുള്ളതെല്ലാം റൈറ്റിൽ പോവും എന്ന കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് ഈ ഡയഗ്രത്തോട് സിമിലർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ബാക്കിയെല്ലാം ഇത് വരത്തില്ല, കാരണം ഇത് തിരിഞ്ഞിട്ടില്ല. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഫിഗർ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ഞാൻ ചെയ്തത്. മിറർ ഇമേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ GD എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ എന്റെ ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഷിഫ്റ്റിലെ 20 ക്വസ്റ്റ്യൻസുമായി കാണാം. ഓക്കെ, താങ്ക് യു.